സിനിജി വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് വി ഡി സതീശൻ അല്ലെങ്കിൽ UDF-ലേക്കില്ല എന്ന അൻവർ നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. മത്സരിക്കില്ല എന്ന് പറഞ്ഞ അൻവർ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ നിലപാട് മാറ്റി മത്സരിക്കും എന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ ഒരു സംഭവ വികാസമുണ്ടായി. വി ഡി സതീശനും UDF-ഉം ആരും അറിയാതെ അൻവറെ കാണാൻ ഒരാൾ ഒളിച്ചെത്തി. എന്നിട്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് തിരിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. ആ ആളിനെ ഇന്ന് വി ഡി സതീശൻ തള്ളിപ്പറയുകയും ചെയ്തു. എന്തിനായിരിക്കും ഈ രാഖി രാമാനം പാതിരാത്രി ഒളിച്ചും പാത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിന്റെ വീട്ടിലെത്തിയത്? ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ളിൽ തന്നെ പടലപ്പിണക്കം ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരരുത്, പകരം ജോയ് വരണം എന്നൊക്കെ ചിന്തകളുണ്ടായിരുന്നു. കാരണം ജോയ്ക്ക് അവിടുത്തെ ഈ കുടിയേറ്റ കർഷകരുടെ ക്രൈസ്തവ സമുദായത്തിനൊക്കെ വലിയ പിന്തുണയുണ്ട്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവിൻ്റെ, അതായത് ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു അത്. അവിടെ മത്സരിക്കുക, ജയിക്കുക എന്നൊക്കെ ഒരു ആവശ്യമാണ്. ഇവിടെ എന്താ അൻവർ പറഞ്ഞത്? ഒരു കാരണവശാലും ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ മത്സരിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഒടുവിൽ UDF നിലപാടെടുത്തു, കോൺഗ്രസ് നിലപാടെടുത്തു ഇയാളെ മത്സരിപ്പിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ ഇതിനുള്ളിൽ നിന്ന് തന്നെ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയുടെ മറവിൽ അൻവറിനെ കാണാൻ എത്തുന്നു. അൻവറുമായിട്ട് ചില ഓൾ ദ ബെസ്റ്റ് പറയുന്നു. എന്ന് പറഞ്ഞാൽ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നത് ഇന്നലെ രാത്രിയിലാണ്. അതുവരെ സ്ഥാനാർത്ഥിയാകില്ല, മത്സരിക്കാനില്ല എന്ന് പറയുകയും തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയൊക്കെ ഉണ്ടെന്ന് പറയുകയും ചെയ്ത. ഇപ്പോൾ അങ്ങനെയല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു. അങ്ങനെയുള്ള അൻവറിന് എല്ലാ പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, ഓൾ ദ ബെസ്റ്റ് പറയുന്നു. എന്നിട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ നീക്കത്തെ തള്ളി പറയുന്നു. അപ്പോൾ അൻവറുമായിട്ട് ഇത്തരത്തിലുള്ള കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് വലിയ തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ട്. ഇത് ഏതാണ്ട് മാധ്യമങ്ങളുണ്ട്, CCTVകളുണ്ട് വീടുകളിലും ഓഫീസുകളിലൊക്കെ. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര ധൈര്യപൂർവ്വം ചെല്ലണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു അടിത്തറ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അടിയൊഴുക്ക് ബന്ധം അത് വളരെ സ്ട്രോങ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. കാരണം പാർട്ടി തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചത് കൊണ്ടാണ് സ്വരാജ് അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. താൻ നിൽക്കുന്നില്ല എന്നൊരു ആവർത്തി പറഞ്ഞിട്ടും ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് പിണറായി സ്വരാജിനോട് അവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ സ്വരാജ് വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ കളികളുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വെല്ലുവിളി, ഈ CPM-ന് ആളില്ല, OLX-ൽ ഇടൂ അല്ലെങ്കിൽ ബംഗാളികളെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത്തരം ഒരു നീക്കങ്ങൾ സ്വരാജിനെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വലിയൊരു ഗൂഢാലോചനയുടെ കൂടി ഭാഗമാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. UDF-നും വി ഡി സതീശനോ വേണ്ടാത്ത ഒരാളായ അൻവർ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകാര്യനായത് എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ 2016 മുതൽ 9 വർഷക്കാലം നിലമ്പൂരിൽ MLA ആയിരുന്ന PV അൻവറിന് ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിനെക്കാളും സ്വരാജിനെക്കാളും കുറച്ചുകൂടെ ജനസ്വാധീനം കൂടുതലായിരിക്കും. ആ വഴിക്ക് കുറച്ചുകൂടെ വോട്ട് പിടിക്കാൻ ചിലപ്പോൾ അൻവറിന് സാധിച്ചേക്കാം. പക്ഷേ അതിനപ്പുറം എന്തൊക്കെയോ ചടുലമായ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലും PV അൻവറും തമ്മിൽ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാൻ വേണ്ടി അൻവറെ ചെന്ന് കാണുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആണ്. ഈ യുവജനങ്ങൾക്കിടയിൽ കരുത്തുറ്റ സ്വാധീനമുള്ള ഒരു നേതാവാണ്. ഈ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയും ആളുകളെ പിടിച്ചിരുത്താൻ എതിർ കക്ഷികളെയൊക്കെ അടിച്ചമർത്താനും ഒക്കെ കഴിവുള്ള ഒരു നേതാവാണ്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മറച്ചു വെക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അൻവറുമായുള്ള ഒരു അന്തർധാര, അടിയൊഴുക്കുകൾ സജീവമാണോ, അന്തർധാരകൾ സജീവമാണോ, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ ഉണ്ടോ? ഇതൊക്കെ പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുമാണ്. അപ്പോൾ അവർ പറയുമായിരിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിനിധിയായിട്ടായിരിക്കാം വരുന്നത്. കാരണം ഈ ആര്യാടൻ ഷൗക്കത്ത് വേണ്ട എന്നുള്ള നിലപാട് അൻവർ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട്. ഒടുവിൽ പറഞ്ഞ എന്താ, കോൺഗ്രസിൽ അംഗത്വം നൽകാമെങ്കിൽ ഞാൻ ഈ ഒരു നിലപാടിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞു ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു, ഈ തീരുമാനത്തിൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നു, അൻവർ പിന്തുണയ്ക്കുക, അത് മാത്രമേ ഉള്ളൂ അയാളുടെ ഒരു ഓപ്ഷൻ. ഇതാണ് എൻ്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പൈസയില്ല, ഞാൻ ആകെ ദരിദ്രനാണ് എന്നൊക്കെ പറയുന്ന അൻവർ രാഖി രാമാനം നിലപാട് മാറ്റി മത്സരിക്കാൻ ഇറങ്ങുന്നു. ഇങ്ങനെ മത്സരിക്കാൻ ഇറങ്ങിയാൽ പിണറായി സത്തിനെതിരെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് നിലകൊണ്ട MLA സ്ഥാനം രാജിവെച്ച PV അൻവർ പരോക്ഷമായിട്ട് CPM-നെ സഹായിക്കുകയാണ്. കാരണം അൻവർ അവിടുന്ന് നിർണായകമായ വോട്ടുകൾ പിടിച്ചു മാറ്റിയാൽ രാഷ്ട്രീയപരമായി CPM-ന് അതൊരു വലിയ ഊർജ്ജമാകും. കാരണം അവരുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, അവിടെ പാർട്ടി ചിഹ്നത്തിലാണ് സ്വരാജ് മത്സരിക്കുന്നത്. അപ്പോൾ CPM അണികൾക്കിടയിൽ വലിയൊരു ആവേശം സൃഷ്ടിക്കാൻ സ്വരാജിൻ്റെ രംഗപ്രവേശം സാധിച്ചു. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് പഴയ കാലം മുതൽ, അപ്പോൾ അവിടുത്തെ നഗരസഭാ ചെയർമാനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജനസ്വാധീനം അദ്ദേഹത്തിന് കൂടുതലുണ്ട്. പക്ഷെ അൻവർ
അടിയിലൂടെ പാലം വലിക്കുമോ? മുസ്ലിം ലീഗുമായിട്ട് അൻവറിന് ചില ബന്ധങ്ങളുണ്ടോ? അപ്പോൾ ലീഗ് ഇതിനകത്ത് നിർണായകമായ ഇടപെടൽ നടത്തുമെന്ന് PV അൻവർ പ്രതീക്ഷിച്ചെങ്കിലും അത് നടത്തിയില്ല. മാത്രമല്ല, ഈ ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം ലീഗിനെ, പാണക്കാട് തങ്ങളെയൊക്കെ മോശം ഭാഷ ഉപയോഗിച്ച് അപമാനിച്ച വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അതിനെ നമ്മൾ ഗൗരവമായി കാരണം നിലമ്പൂർ പോലെയുള്ള ഒരു മേഖലയിൽ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തെ അടിച്ചമർത്തിക്കൊണ്ട് കോൺഗ്രസിനെ വളർത്തിക്കൊണ്ട് വന്ന നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. അപ്പം മുസ്ലിം ലീഗിൻ്റെ ആ ആധിപത്യത്തെ, അപ്രമാദിത്വത്തെ ഒരുപാട് പടർന്ന് പന്തലിക്കാനൊന്നും ആര്യാടൻ മുഹമ്മദ് അനുവദിച്ചില്ല. അദ്ദേഹം ഒരു സ്ട്രോങ് പേഴ്സൺ ആയിരുന്നു. അത്രയും സ്ട്രോങ് ആയിട്ടല്ല ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിലപാട്. മാത്രമല്ല, ഇപ്പം PV അൻവർ പറയാണ് മുസ്ലിം സമുദായത്തിനെതിരായിട്ട് സിനിമ എടുത്ത ആളാണ്. അപ്പൊ അവിടെ ജാതിക്കാട് ഇറക്കും. അപ്പൊ എന്തിറക്കിയാലും ഇവിടെ ചില അട്ടിമറികൾ നടത്തും. ഇപ്പൊ UDF നേതാക്കളോട് പരസ്യമായി അൻവർ ക്ഷമയും ചോദിച്ചിരിക്കുന്നു. ഈ അൻവർ എന്താണ് പറയുന്നതെന്ന് ചില സമയത്ത് നമുക്ക് തന്നെ, കാരണം ഇന്നലെ വൈകിട്ട് രാവിലെ നമ്മൾ പത്രസമ്മേളനം കണ്ടപ്പോൾ അൻവർ മത്സരിക്കുന്നില്ല, ഞാൻ പിന്നെ എന്താ പറയുക, ഞാൻ മത്സര രംഗത്ത്, അപ്പോൾ നമ്മൾ വിചാരിച്ചു അൻവർ വീണ്ടും ആഫ്രിക്കയിലേക്ക് പോകുന്നു, രാഷ്ട്രീയ വനവാസം ഏറ്റെടുത്ത് പോകുന്നു എന്നുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മൾ സംസാരിച്ചു വൈകിട്ട് നിലപാട് മാറ്റാൻ സാധ്യതയുണ്ടെന്ന്. കറക്റ്റ് അതുപോലെ വൈകുന്നേരമായപ്പോൾ അൻവർ നിലപാട് മാറ്റി, ഞാൻ മത്സരിക്കും. ഈ നിലപാട് മാറ്റുന്നതിനും മത്സരിക്കുമെന്ന് പറയുന്നതിനും ഇടയിലുള്ള സമയത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അൻവറിന്റെ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അൻവർ നിലപാട് വ്യക്തമാക്കുന്നത്, ഞാൻ മത്സരിക്കും നിലമ്പൂരിൽ തന്നെ. അപ്പോൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അവിശുദ്ധ കൂടിക്കാഴ്ചയുടെ അതെന്തിനാണ് എന്ന് VD സതീശൻ വരെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറഞ്ഞേ മതിയാകൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ നീ വ്യക്തമാക്കണം, താൻ എന്തിനാണ് രാത്രി പോയത്, എന്തിനാണ് അൻവറിനെ കാണാൻ പോകുന്നത്, ഷൗക്കത്തിനെ കണ്ടാൽ പോരെ? അതിന് പകരം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് രാത്രി ചെല്ലുന്നു. അപ്പൊ അവിടെ കുറെ പ്രവർത്തകരുണ്ട്. അപ്പൊ ഇത് പലരും മൊബൈൽ ക്യാമറയിലെങ്കിലും പകർത്തി, അതുകൊണ്ടാണല്ലോ ദൃശ്യങ്ങൾ പുറത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് സന്ദേശ സിനിമയിൽ ശങ്കരാടി തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോകുമല്ല, ആരെങ്കിലും കാണുന്നുണ്ട്, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുണ്ടിട്ട് അൻവറിന്റെ വീട്ടിലേക്ക്. അപ്പൊ അൻവറിന്റെ വീട്ടിൽ പോകണമെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ എന്തോ ഒരു പടലപ്പടക്കമുണ്ട്, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കരുത്. അപ്പോൾ അൻവറെ നിങ്ങൾ ധൈര്യമായിട്ട് മത്സരിച്ചോ, നമുക്ക് രണ്ടുപേർ കൂടെ നിന്നിട്ട് ആര്യാടനെയും തോപ്പിക്കാം, നിങ്ങളെയും തോപ്പിക്കാം, എന്നിട്ട് CPM-നെ ജയിപ്പിക്കാം. അപ്പൊ CPM-ന്റെ അടുത്ത്, അതെ, ഈ CPM-ന്റെ അടുത്ത് കോൺഗ്രസിൽ ഏത് നേതാക്കൾ പോകുമെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. അപ്പൊ അൻവർ ഇവിടെ ലീഗിനെ കുറ്റം പറയുന്നു, VD സതീശനെ കുറ്റം പറയുന്നു. ഇനി കുറ്റം പറയാൻ അവിടുത്തെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരെയും കുറ്റം പറഞ്ഞു. അപ്പൊ ഇത്രയും നിലപാടില്ലാത്ത, ഇത്രയും കാലുറപ്പിച്ച് നിൽക്കാത്ത ഒരു നേതാവാണോ അൻവർ എന്ന് രാഷ്ട്രീയ കേരളം വലുതായിട്ട് ചിന്തിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ നിലമ്പൂരിലുണ്ട്. അപ്പം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മേഖലയൊന്നും അല്ല. ഹൈന്ദവ വോട്ടുകളും ഏതാണ്ട് മുസ്ലിം വോട്ടുകളും ഏതാണ്ട് 40% വീതം അവരുണ്ടാകും, 20% ക്രൈസ്തവ വോട്ടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രചരണത്തിൽ അല്ലെങ്കിൽ ജനസ്വാധീനത്തിൽ ആര് മുന്നിലാണോ അവരാണ് ജയിച്ചു കയറാൻ സാധ്യത. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ അൻവർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയുടെ മറവിൽ ചെല്ലുന്നു, എന്നിട്ട് ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ഓൾ ദ ബെസ്റ്റ് പറയാതെ നിങ്ങൾ ജയിക്കുക എന്നൊരു അർത്ഥം. കാരണം ആ സമയത്ത് അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് മത്സരിക്കുമെന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് നേരത്തെ ഓൾ ദ ബെസ്റ്റ് കൊടുത്തത്? അപ്പൊ ഞങ്ങൾ കുറച്ച് ഉറപ്പ് തരികയാണെന്നല്ലേ, ചെയ്തോ, നിങ്ങൾ ധൈര്യമായിട്ട് മത്സരിച്ച ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരു ഓൾ ദ ബെസ്റ്റ് ആണോ അതിന്റെ പിന്നിൽ എന്നുള്ളത്. കാരണം സതീശൻ എന്തായാലും അൻവറിനെ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പൊ തള്ളി പറഞ്ഞിരിക്കുന്നത്. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നത് എന്തിനാണ് അവിടെ പോയത്, അത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കണം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടെ ബാധിക്കുന്നതാണ്. ഇതുവരെ വലിയ ഗോസിപ്പുകളിലോ വലിയ വിമർശനങ്ങളിലോ ഒന്നും പെടാതെ ഷാഫി പറമ്പിന്റെ കുടക്കീഴിൽ ഇങ്ങനെ ചിറകിനടിയിൽ പിന്നെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് വന്ന് മത്സരിച്ച് BJP-യെ വരെ തോൽപ്പിച്ച് ജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഇരുട്ടിന്റെ മറവിൽ അൻവറിന്റെ വീട്ടിൽ പോയത്? അതൊരു ചോദ്യമല്ലേ. UDF-ന് അൻവറിനെ വേണ്ട എന്ന് പറയുന്നു, പിന്നെ ലീഗ് അൻവറിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു, മൗനം പാലിക്കുന്നു. ലീഗ് മിണ്ടുന്നില്ല, വേണമെന്നും പറയുന്നില്ല, വേണ്ടെന്നും പറയുന്നില്ല. UDF തീർത്തും പറഞ്ഞു ഞങ്ങൾ സംഘടിത അംഗമായി എടുക്കാം, അല്ലാതെ എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. സതീശനെ കുറിച്ച് ഇന്നും പറയുന്നുണ്ട്, സതീശനും പിണറായിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, പിണറായി പറയുന്നതെല്ലാം സതീശൻ കേൾക്കും. അജിത് കുമാറിന്റെ കേസിൽ പോലും വിമർശനം ഉന്നയിക്കണം പറഞ്ഞിട്ട് VD സതീശൻ മിണ്ടിയിട്ടില്ല. അങ്ങനെ വലിയ വിമർശനങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല പിന്നെ പേരെടുത്ത് പറഞ്ഞ് ചില UDF നേതാക്കളോട് മാപ്പും ചോദിക്കുന്നുണ്ട് അൻവർ. അപ്പൊ അൻവറിന്റെ ലക്ഷ്യം വ്യക്തമാണ് എന്താണ് എന്നുള്ളത്. ആ ലക്ഷ്യത്തിനൊപ്പം നിൽക്കാനാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയുടെ മറവിൽ അവിടെ എത്തിയത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് എന്തിനാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നത് വരെ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ മാധ്യമങ്ങളും ജനങ്ങളും സംസാരിക്കുക തന്നെ ചെയ്യും. അത് അദ്ദേഹം തുറന്നു പറയട്ടെ, എന്തിനാണ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞത്, എന്തിനാണ് പിന്നെ അദ്ദേഹം രാത്രി UDF
സതീശന്റെ അറിവോട് കൂടിയധികം എന്തായാലും സതീശൻ അറിഞ്ഞിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത്. ഇനി അറിഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ അറിയാതെ നടിക്കുന്നതാണോന്നും അറിയില്ല. എന്തായാലും സതീശൻ പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇനി സുധാകരൻ അറിഞ്ഞിട്ടുണ്ടോ, മറ്റ് ലീഗ് നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ, മറ്റ് UDF നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ, ഇനി അറിഞ്ഞവരാരൊക്കെയാണ്, അറിയാത്തവരാരൊക്കെയാണ്, ഇതൊക്കെ പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ്. ചുരുക്കം പറയാൻ VD സതീശൻ വരെ ഇത്തരത്തിലൊരു നിലപാടെടുത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടു. ഇനി സ്വന്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ. അപ്പൊ അത്തരത്തിലേക്ക് വരട്ടെ, അങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.